നമസ്കാരം, സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് ശ്രീറാം ലൈഫിന്റെ സുനിശ്ചിത ലാഭം എന്ന് പറയുന്ന ഒരു പ്ലാനിനെ പറ്റിയാണ്. ആ ഒരു പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഉറപ്പായിട്ടും ലാഭം ലഭിക്കുന്ന ഒരു പ്ലാനാണ് സുനിശ്ചിത ലാഭം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു പ്ലാനിന് ഒരു പേര് കൊടുത്തിരിക്കുന്നത് സുനിശ്ചിത ലാഭ്. ഉറപ്പായിട്ടും ലാഭം ലഭിക്കും. ആ ഒരു കാര്യം സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേരും കൊടുത്തിട്ടുള്ളത്. നമുക്കൊരു പെൻഷൻ പ്ലാൻ ആയിട്ടോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പ്ലാൻ ആയിട്ടോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. വളരെയധികം കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലാനാണ് സുനിശ്ചിത ലാഭം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പ്രീമിയം പേയിങ് ടൈം ആണെങ്കിലും റിട്ടേൺ കിട്ടുന്ന സമയമാണെങ്കിലും റിട്ടേൺ കിട്ടുന്ന ഏത് തരത്തിലാണ് അതെല്ലാം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ആവശ്യാനുസരണം മാറ്റിയെടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല പ്ലാനാണ് സുനിശ്ചിത ലാഭം എന്ന് പറയുന്നത്. ഇതൊരു നോൺ ലിങ്ക്ഡ് നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്ലാനാണ്. അതുകൊണ്ട് തന്നെ ഷെയർ മാർക്കറ്റിലുള്ള യാതൊരു മാറ്റങ്ങളും ഇതിനെ ബാധിക്കത്തില്ല. കമ്പനിയുടെ പെർഫോമൻസ് ഇതിനെ ബാധിക്കത്തില്ല. ഈ പറയുന്ന പൈസ കൃത്യമായിട്ട് ഗ്യാരണ്ടീഡ് ആയിട്ട് കിട്ടുന്ന ഒരു പ്ലാൻ തന്നെയാണ് സുനിശ്ചിത ലാഭം എന്ന് പറയുന്നത്. ഈ ഒരു പ്ലാനിൽ ചേരാൻ വേണ്ട ഏറ്റവും ചെറിയ പ്രായം എന്ന് പറയുന്നത് 30 ദിവസമാണ്. അതായത് 30 ദിവസം പ്രായമായ ഒരാൾക്ക് വേണമെങ്കിലും ഈ ഒരു പ്ലാനിൽ ചേരാൻ വേണ്ടി സാധിക്കും. അപ്പോൾ 30 ദിവസമുള്ള ഒരു കുഞ്ഞിന് വേണ്ടി ഒരു പ്ലാൻ വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും. ഈ ഒരു പ്ലാനിൽ ചേരാൻ പറ്റുന്ന പരമാവധി പ്രായം എന്ന് പറയുന്നത് 60 വയസ്സാണ്. ഈ ഒരു പ്ലാനിൽ ചേരാൻ വേണ്ട ഏറ്റവും ചെറിയ തുക എന്ന് പറയുന്നത് ആനുവലൈസ്ഡ് പ്രീമിയം 30,000 രൂപയാണ്. നമുക്കതിനെ മന്ത്ലിയോ ഹാഫ് ഇയർലിയോ ക്വാർട്ടർലിയോ ഇയർലിയോ എങ്ങനെ വേണമെങ്കിലും ചേരാൻ വേണ്ടി സാധിക്കും. ഈ മെച്യൂരിറ്റി ബെനിഫിറ്റ് നമുക്ക് മന്ത്ലിയോ ക്വാർട്ടർലിയോ ഹാഫ് ഇയർലിയോ ഇയർലിയോ വാങ്ങിക്കാൻ വേണ്ടി സാധിക്കും. നമ്മുടെ ഇൻഷുറൻസ് പ്ലാനിനെ പറ്റി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് PPT, പോളിസി പേയിങ് ടേം. എത്ര കാലമാണ് നമ്മൾ ഈ ഒരു പോളിസിക്ക് വേണ്ടി പണം അടയ്ക്കുന്നത് എന്നുള്ളതാണ് PPT അല്ലെങ്കിൽ പോളിസി പേയിങ് ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു കാര്യമാണ് PT, അതായത് പോളിസി ടേം. എത്ര കാലമാണ് നമുക്ക് ഇൻഷുറൻസ് പോളിസിയുടെ കവറേജ് ലഭിക്കുന്നതിനെയാണ് നമ്മൾ പോളിസി ടേം എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്ക് മെച്യൂരിറ്റി ബെനിഫിറ്റ് ലഭിക്കും. നമുക്ക് ഈ സുനിശ്ചിത ലാഭം എന്ന് പറയുന്ന ഈ ഒരു സ്കീമിൽ 7 വർഷം പണം അടച്ചുകൊണ്ട് 11 വർഷം ഇൻഷുറൻസ് കവറേജ് നേടിക്കൊണ്ട് അതിനുശേഷം റിട്ടേൺ ആരംഭിക്കുന്ന രീതിയിൽ വേണമെങ്കിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതായത് PPT, പോളിസി പേയിങ് ടൈം 7 കൊടുത്തുകൊണ്ട് പോളിസി ടൈം 11 കൊടുത്തുകൊണ്ട് നമുക്ക് അതിനുശേഷം റിട്ടേൺ എടുക്കുന്ന രീതിയിൽ ആരംഭിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ 8 വർഷം പണം അടച്ചുകൊണ്ട് 11 വർഷം പോളിസി കവറേജ് നേടിക്കൊണ്ട് അതിനുശേഷം റിട്ടേൺ എടുക്കുന്ന രീതിയിൽ പറ്റും. 9 വർഷം പണം അടച്ചുകൊണ്ട് 11 വർഷം പോളിസി കവറേജ് നേടിക്കൊണ്ട് അതിനുശേഷം റിട്ടേൺ എടുക്കുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. 10 വർഷം പണം അടച്ചിട്ട് 11 വർഷം പോളിസി കവറേജോട് കൂടി ഇരുന്നിട്ട് അതിനുശേഷം റിട്ടേൺ എടുക്കുന്ന രീതിയിലും ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ 15 വർഷം പണം അടച്ചിട്ട് 16 വർഷം പോളിസി കവറേജ് നേടിക്കൊണ്ട് അതിനുശേഷം റിട്ടേൺ എടുക്കുന്ന രീതിയിൽ പറ്റും. പിന്നീട് 20 വർഷം പണം അടച്ചുകൊണ്ട് 21 വർഷം പോളിസി കവറേജ് നേടിക്കൊണ്ട് അതിനുശേഷം റിട്ടേൺ ആരംഭിക്കുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. 25 വർഷം പണം അടച്ചിട്ട് 26 വർഷം പോളിസി കവറേജ് എടുത്തിട്ട് അതിനുശേഷം റിട്ടേൺ എടുക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇവിടെ തന്നെ നമുക്ക് മനസ്സിലായി ഒരുപാട് രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ആയിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇവിടെ മാത്രമല്ല, റിട്ടേൺ കിട്ടുന്ന രീതിയിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനെപ്പറ്റി ഞങ്ങൾക്ക് വിശദമായിട്ട് പറയാം. നമുക്കൊരു പോളിസിയുടെ മെച്യൂരിറ്റി എങ്ങനെയാണെന്ന് നോക്കാം. മിനിമം മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് 10 വർഷമാണ്. അതായത് നമുക്ക് ഈ ഒരു പോളിസി ചേർന്നു, പണമടച്ചു, പോളിസി ടൈം തീർന്ന ശേഷം അടുത്ത 10 വർഷം കൊണ്ട് വേണമെങ്കിൽ നമുക്ക് റിട്ടേൺ എടുക്കാം. ഇനി 10 വേണ്ടെങ്കിൽ 15 വർഷം കൊണ്ട് എടുക്കാം, 20 വർഷം കൊണ്ട് എടുക്കാം, 25 വർഷം കൊണ്ട് എടുക്കാം, 30 വർഷം കൊണ്ട് എടുക്കാം, 35 വർഷം കൊണ്ട് എടുക്കാം, 40 വർഷം കൊണ്ട് എടുക്കാം. അതായത് നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം അതിന്റെ റിട്ടേണിന്റെ കാലാവധി നമുക്ക് തീരുമാനിക്കാൻ വേണ്ടി സാധിക്കും. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. ഈ ഒരു പോളിസി നമുക്ക് വളരെയധികം കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പോളിസിയാണ്. ഇതുകൊണ്ടും കാര്യങ്ങൾ തീരുന്നില്ല. നമുക്ക് റിട്ടേൺ കിട്ടുന്ന രീതിയിൽ തന്നെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് വേണം ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ ഡെത്ത് കവറേജിന്റെ രീതിയിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കൊരു എക്സാമ്പിൾ എടുത്തുകൊണ്ട് തന്നെ കാര്യങ്ങൾ നോക്കാം. ഇതിന്റെ മെച്യൂരിറ്റി ബെനിഫിറ്റ് നമുക്ക് ഇൻകം പ്ലസ് എന്നൊരു ഓപ്ഷനിലൂടെ പറ്റും. അതുപോലെ തന്നെ ഇൻകം പ്രോ എന്ന് പറയുന്ന ഓപ്ഷനിലൂടെയും പറ്റും. അതുപോലെ തന്നെ ഡെത്ത് ബെനിഫിറ്റ് നമുക്ക് ലൈഫ് എന്നുള്ള ഓപ്ഷനിലൂടെയും പറ്റും, ലൈഫ് പ്ലസ് എന്നുള്ള ഓപ്ഷനിലൂടെയും പറ്റും. നമുക്ക് 35 വയസ്സുള്ള ഒരാളുടെ ഒരു എക്സാമ്പിൾ എടുക്കാം. 35 വയസ്സുള്ള ഒരാൾ ഈ പറയുന്ന സുനിശ്ചിത ലാഭം എന്ന് പറയുന്ന പ്ലാനിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന് ആദ്യം പോളിസി ടൈമും അതുപോലെ തന്നെ പോളിസി പേയിങ് ടൈമും തീരുമാനിക്കണം. നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു 16 വർഷം പോളിസി ടൈമും പോളിസി പേയിങ് ടൈം 15 വർഷം എടുക്കാം. അതായത് സുനിശ്ചിത ലാഭ് 15-16 പ്ലാൻ കൊടുക്കാം. 15 വർഷം പണമടയ്ക്കണം, 16 വർഷം കവറേജ് ഉണ്ടായിരിക്കും, അതിനുശേഷം റിട്ടേൺ ആരംഭിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു റിട്ടേൺ എങ്ങനെയാണ്? 10, 15, 20, 25, 30, 35, 40 നമുക്ക് ചൂസ് ചെയ്യാം. ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം. 25 വർഷം നമുക്ക് സെലക്ട് ചെയ്യാം. അതായത് 15 വർഷം പണമടയ്ക്കുന്നു, 16 വർഷം കവറേജോടെ ഇരിക്കുന്നു, അതിനുശേഷം റിട്ടേൺ ആരംഭിക്കുന്നു, അതിനുശേഷമുള്ള 25 വർഷങ്ങൾ റിട്ടേൺ നമുക്ക് കിട്ടുന്നു. ആ രീതിയിൽ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. 1 ലക്ഷം രൂപ വീതം 15 വർഷം അടയ്ക്കുന്നു. അങ്ങനെ 15 വർഷവും 1 ലക്ഷം രൂപ അടയ്ക്കുമ്പോഴത്തേന് 15 ലക്ഷം രൂപ അടയ്ക്കുന്നു. അതിനുശേഷം 16 വർഷം വരെ ഇൻഷുറൻസ് കവറേജ് ഉണ്ടായിരിക്കും. അതിനുശേഷം നമുക്ക് റിട്ടേൺ ആരംഭിക്കുകയാണ്. നമ്മൾ ഈ കേസിൽ എടുത്തിരിക്കുന്ന റിട്ടേൺ പീരീഡ് 25 വർഷമാണ്.
ഇവിടെയാണ് ഞാൻ ആ വ്യത്യാസം പറയാൻ പോകുന്നത്. നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് മെച്യൂരിറ്റിക്ക്. ഒന്ന് ഇൻകം പ്ലസ്, രണ്ടാമത്തത് ഇൻകം പ്രോ. നമ്മളിപ്പോൾ മെച്യൂരിറ്റി ബെനിഫിറ്റ് ആയിട്ട് ഇൻകം പ്ലസ് ഓപ്ഷനാണ് കൊടുത്തതെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ കേസിൽ 1.61 ലാക്ക് വെച്ചിട്ട് 25 വർഷം കിട്ടും. അങ്ങനെ 25 വർഷം കൂടെ 40.25 ലക്ഷം രൂപ നമുക്ക് മെച്യൂരിറ്റി ബെനിഫിറ്റ് ആയിട്ട് തിരികെ ലഭിക്കും. അപ്പോൾ നമ്മൾ അടയ്ക്കുന്ന എത്രയാണ്? 1 ലക്ഷം വെച്ചിട്ട് 15 വർഷം 15 ലക്ഷം രൂപ അടയ്ക്കുന്നു. തിരിച്ച് നമുക്ക് 1.61 ലാക്ക് വെച്ചിട്ട് 25 വർഷം നമുക്ക് 40.25 ലക്ഷം രൂപ റിട്ടേൺ കിട്ടുന്നു. ഇനി നമ്മൾ ഓർക്കുക, നമ്മൾ ഇൻകം പ്ലസിന് പകരം നമ്മൾ ഇൻകം പ്രോ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇൻകം പ്ലസ് ആണ് കൊടുത്തിരിക്കുന്നത്, അതിന് പകരം നമ്മൾ ഇൻകം പ്രോ ആണ് സെലക്ട് ചെയ്യുന്നത് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ റിട്ടേൺ ഓഫ് പ്രീമിയം എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ ആക്റ്റീവ് ആയിരിക്കും. അതായത് നമ്മൾ അടയ്ക്കുന്ന പ്രീമിയം മുഴുവൻ അവസാനം തിരിച്ചു കിട്ടുന്ന ആ ഒരു രീതി. നമ്മൾ എത്ര രൂപയാണ് അടയ്ക്കുന്നത്? 1 ലക്ഷം വെച്ചിട്ട് 15 വർഷം, അങ്ങനെ നമ്മൾ 15 ലക്ഷം രൂപ അടയ്ക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു പോളിസി തീർന്ന് അതിൻ്റെ മെച്യൂരിറ്റിയുടെ അവസാനം ഈ 15 ലക്ഷം രൂപ കൂടെ തിരികെ കിട്ടും. ഇപ്പം എങ്ങനെയാണ് കിട്ടുന്നത് നോക്കാം. 1,37,000 വെച്ചിട്ട് 24 വർഷം, അങ്ങനെ 32.9 ലക്ഷം രൂപ. അങ്ങനെ 25-ാമത്തെ വർഷം 15 ലക്ഷം രൂപ, അതായത് നമ്മൾ അടച്ച പൈസ കൂടെ തിരിച്ചു കിട്ടുന്നു. അങ്ങനെ 25 വർഷം കൂടെ നമുക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് 47.9 ലക്ഷമാണ്. ഇത് നമ്മൾ മെച്യൂരിറ്റി ബെനിഫിറ്റ് ഇയർലി വാങ്ങിക്കുന്ന കാര്യമാണ്. മെച്യൂരിറ്റി ബെനിഫിറ്റ് മന്ത്ലി വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെനിഫിറ്റ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇൻകം പ്ലസ് ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു മാസം 13,893 രൂപ വെച്ചിട്ട് നമുക്ക് ഈ കേസിൽ കിട്ടും. അങ്ങനെ വരുമ്പോഴേക്കും ഒരു വർഷം 1,66,716 രൂപ കിട്ടും. അങ്ങനെ 25 വർഷം കൂടെ നമുക്ക് 41.67 ലക്ഷം രൂപ തിരിച്ചു കിട്ടും. അതായത് നമ്മൾ ആദ്യത്തെ കേസിൽ പറഞ്ഞ എന്താണ്, നമ്മൾ മെച്യൂരിറ്റി ബെനിഫിറ്റ് ഓരോ വർഷവും വാങ്ങുന്നു. ഇത് മെച്യൂരിറ്റി ബെനിഫിറ്റ് ഓരോ മാസവും വാങ്ങുന്ന കാര്യമാണ് പറയുന്നത്. ഇനി ഇൻകം പ്രോ ആണ് യൂസ് ചെയ്യുന്നുണ്ട്, എന്ത് പറ്റും? മെച്യൂരിറ്റി ബെനിഫിറ്റ് മാസം വാങ്ങുവാണെങ്കിൽ 11,812 രൂപ വെച്ചിട്ട് ഒരു മാസം കിട്ടും. അങ്ങനെ ഒരു വർഷം നമുക്ക് 1,41,744 രൂപ കിട്ടും. അങ്ങനെ 24 വർഷം അങ്ങനെ കിട്ടും. ആ 24 വർഷം കൂടെ ഇത്തരത്തിൽ 34.01 ലക്ഷം രൂപ, അതായത് 34 ലക്ഷം രൂപ കിട്ടും. അവസാനത്തെ 25-ാമത്തെ വർഷം നമുക്ക് അടച്ച പ്രീമിയമായിട്ടുള്ള 15 ലക്ഷം രൂപ കിട്ടും. അങ്ങനെ നമുക്ക് 49 ലക്ഷം രൂപ ടോട്ടൽ ബെനിഫിറ്റ് ഉണ്ടാവും. ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നമ്മൾ ഈ മെച്യൂരിറ്റി ബെനിഫിറ്റ് ഇയർലി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻകം പ്ലസ്സിൽ ഈ ഒരു കേസിൽ 40.25 ലക്ഷം രൂപ കിട്ടും. അത് നമ്മൾ മന്ത്ലി വാങ്ങിക്കുകയാണെങ്കിൽ 41.67 ലക്ഷം രൂപയായിരിക്കും. ഇനി ഇൻകം പ്രോയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇയർലി മെച്യൂരിറ്റി ബെനിഫിറ്റ് എടുക്കുകയാണെങ്കിൽ 47.9 ലക്ഷമായിരിക്കും. പക്ഷേ മന്ത്ലി ആണ് എടുക്കുന്നുണ്ടെങ്കിൽ അത് 49 ലക്ഷമായിരിക്കും. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് മെച്യൂരിറ്റി ബെനിഫിറ്റിനെ പറ്റിയാണ്. ഒരാൾ പോളിസിയിൽ ചേർന്നു, പോളിസി പേയിങ് ടൈമിൽ പണമടച്ചു തീർത്തു, പോളിസി ടൈം കഴിഞ്ഞു, അദ്ദേഹത്തിന് ലഭിക്കുന്ന മെച്യൂരിറ്റിയെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഒരാൾ പോളിസിയിൽ ചേർന്നു, ആ പോളിസി ടൈമിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ ലഭിക്കുന്ന ബെനിഫിറ്റിനെ പറ്റിയാണ്. അവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഒന്ന് ലൈഫ് ഓപ്ഷൻ, ഒന്ന് ലൈഫ് പ്ലസ് ഓപ്ഷൻ. ഇപ്പൊ എന്താണ് ലൈഫ് ഓപ്ഷൻ നോക്കാം. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ സം അഷ്വേർഡ് ഇമ്മീഡിയറ്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് കൊടുക്കുന്നു, ലംസമായിട്ട് കൊടുക്കുന്നു, ഒന്നിച്ചു കൊടുക്കുന്നു. നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിളിൽ 1 ലക്ഷം രൂപ വെച്ചാണ് അടച്ചു തുടങ്ങുന്നത്. 1 ലക്ഷം രൂപ അടയ്ക്കുമ്പോഴേക്കും ലഭിക്കുന്ന സം അഷ്വേർഡ് എന്ന് പറഞ്ഞാൽ 10 ലക്ഷം രൂപയാണ്. ആ 1 ലക്ഷം രൂപ അടച്ച ശേഷം ആ ഒരു പോളിസി ആക്റ്റീവ് ആയ ശേഷം അദ്ദേഹം മരണപ്പെട്ടാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ 10 ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് കൊടുക്കുന്നു. ആ ഒരു പോളിസി നമ്മൾ ക്ലോസ് ചെയ്യുന്നു. അതാണ് ലൈഫ് ഓപ്ഷൻ. പക്ഷെ ലൈഫ് പ്ലസ് ഓപ്ഷൻ ആണെങ്കിൽ അതല്ല സംഭവിക്കുന്നത്. ലംസമായിട്ട് ഈ പണം കൊടുക്കുന്നില്ല. അതായത് മരണപ്പെട്ട് കഴിയുമ്പോഴേക്കും ഒന്നിച്ച് ഈ 10 ലക്ഷം രൂപ കൊടുക്കുന്നില്ല. അപ്പൊ ഈ ലംസമായിട്ട് ആ പണം കൊടുക്കുന്നില്ല. അതിന് പകരം നമ്മൾ ചെയ്യുന്ന എന്താണ്, പോളിസി കാലാവധി തീരാൻ എത്ര കാലം മിച്ചമുണ്ടെന്ന് നോക്കുക. അത് നമ്മൾ മാസത്തിൽ എടുക്കുന്നു. എന്നിട്ട് മന്ത്ലി ഡിവൈഡ് ചെയ്തുകൊണ്ട് ഈ സം അഷ്വേർഡ് പേ ചെയ്യുന്നു. നമ്മൾ ആദ്യത്തെ കേസിൽ എന്താ പറഞ്ഞ, ലൈഫ് ഓപ്ഷനിൽ സം അഷ്വേർഡ് ഒന്നിച്ചം കൊടുക്കുവാണ്. ലൈഫ് പ്ലസിൽ അങ്ങനെയല്ല, എത്ര കാലം പോളിസി തീരാൻ ഇനി ബാക്കിയുണ്ടെന്ന് നോക്കുക, അതിനെ മന്ത്ലി ഡിവൈഡ് ചെയ്തുകൊണ്ട് ആ പണം കൊടുക്കുന്നു. ഒരു എക്സാമ്പിൾ പറയാം. പോളിസി തീരാൻ വേണ്ടി 100 മാസം ബാക്കിയുള്ളപ്പോഴാണ് ഒരാൾ മരിക്കുന്നുണ്ടെങ്കിൽ ഈ 10 ലക്ഷം രൂപ എന്ത് ചെയ്യാൻ പറ്റും? 10,000 രൂപ വെച്ച് ഒരു മാസം വെച്ചിട്ട് 100 മാസം കൊടുക്കും. ഇനി 50 മാസം മിച്ചമുള്ളപ്പോഴാണ് മരിക്കുന്നെങ്കിലോ 20,000 രൂപ വെച്ചിട്ട് എല്ലാ മാസവും കൊടുക്കുന്നു. അങ്ങനെ ബാക്കിയുള്ള 50 മാസം കൊടുക്കുന്നു. പക്ഷേ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയുണ്ട്, അവിടെ കൊണ്ടും കാര്യങ്ങൾ തീരുന്നില്ല. ഈ ഒരു സ്കീം ലൈഫ് പ്ലസ് ആണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ ഒരാൾ ഒരൊറ്റ പ്രീമിയം അടച്ചിട്ട് മരിച്ചാൽ പോലും ബാക്കിയുള്ള മുഴുവൻ പ്രീമിയവും അദ്ദേഹത്തിന് വേണ്ടി കമ്പനി പേ ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കേസിൽ 1 ലക്ഷം രൂപ അടച്ചിട്ടാണ് മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം 15 വർഷമായിരുന്നല്ലോ പൈസ അടക്കേണ്ടത്. ഈ ബാക്കിയുള്ള 14 വർഷവും അദ്ദേഹത്തിന് വേണ്ടി ഈ കമ്പനി പൈസ അടച്ചുകൊണ്ട് ഈ പോളിസി കണ്ടിന്യൂ ചെയ്യുന്നു. അങ്ങനെ ആ പോളിസി കമ്പനി പൈസ അടച്ച് കണ്ടിന്യൂ ചെയ്യുകയാണ്. ആ 1 ലക്ഷം രൂപ അടയ്ക്കുന്ന ആൾക്ക് ബാക്കി വരുന്ന 14 ലക്ഷം രൂപയും കമ്പനി അടച്ചുകൊണ്ട് ഈ പോളിസി കണ്ടിന്യൂ ചെയ്യുന്നു. നമ്മൾ ഈ പറഞ്ഞ സം അഷ്വേർഡ് മന്ത്ലി ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്.
അത് കൂടാതെ അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ എന്തൊക്കെ ബെനിഫിറ്റ് ആണോ മെച്യൂരിറ്റിയിൽ കിട്ടേണ്ടത് ആ ബെനിഫിറ്റുകൾ മുഴുവൻ വീണ്ടും നോമിനിക്ക് കൊടുക്കുന്നു. ഇനി ആളുകൾക്ക് മറ്റൊരു സംശയം വരും. അതായത് ഒരു പോളിസിയിൽ ഒരാൾ ജോയിൻ ചെയ്തു, പോളിസി പേയിങ് ടൈം കഴിഞ്ഞു, പോളിസി ടൈം കഴിഞ്ഞു, അദ്ദേഹത്തിന് മെച്യൂരിറ്റി ബെനിഫിറ്റ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം മരണപ്പെടുകയാണ്, എന്ത് സംഭവിക്കും? അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള ശേഷിക്കുന്ന മെച്യൂരിറ്റി ബെനിഫിറ്റുകൾ മുഴുവൻ അദ്ദേഹത്തിന്റെ നോമിനിക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്.